ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് പിടിയിലായി. ബംഗളൂരുവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. നാരായണദാസിനെ പിടികൂടിയതിൽ സന്തോഷമെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു. നാരായണദാസിനെ പിടിച്ചത് ഇപ്പൊ ഞാൻ ചാനൽക്കാർ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. അപ്പൊ അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇത്ര ദിവസമായിട്ട് ഒരു വിവരം, കേസിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായില്ല. എല്ലാരും എന്നോട് ചോദിക്കായിരുന്നു. അപ്പൊ ഇത് പിടിച്ചതിൽ സന്തോഷമുണ്ട്. പിടിച്ചു കഴിഞ്ഞാണല്ലോ ഇത് ആർക്ക് വേണ്ടിയാ ചെയ്ത് അങ്ങനെയാണൊക്കെ അറിയുള്ളൂ. ഈ നാരായണദാസൻ പറയുന്ന വ്യക്തിനെ എനിക്കറിയില്ല. MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോ, ഈ നാരായണദാസിനെ അറിയില്ല, ഇയാളാണ് കുടുക്കിയത് എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ? ആരാണ് ഈ നാരായണദാസ് എന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? അതായത് ഈ നാരായണദാസാണ് ഈ ഷീല സണ്ണിയുടെ വാഹനത്തിൽ ഈ LSD സ്റ്റാമ്പുകൾ ഉണ്ട് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഫോണിലൂടെ വിളിച്ച് അറിയിച്ചത്. അതൊരു ഇന്റർനെറ്റ് കോളായിരുന്നു. ആ ഇന്റർനെറ്റ് കോൾ ആദ്യഘട്ടത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ആ കോൾ വിളിച്ചത് നാരായണദാസ് ആണ് എന്ന് പോലീസിന് കണ്ടെത്താനായി സാധിച്ചത്. അന്നു മുതൽ തന്നെ നാരായണദാസിനെതിരെ FIR ഇടുകയും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നാരായണദാസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുകയും ചെയ്തു. 2023 ഈ കേസിന് ആസ്പദമായ സംഭവമൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അന്ന് ഈ ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് LSD സ്റ്റാമ്പ് എന്ന് കരുതുന്ന ഒരു ലഹരി വസ്തു എന്ന് ആണ് അന്ന് എക്സൈസ് പിടികൂടിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഷീല സണ്ണി 72 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഷീല സണ്ണി പിന്നീട് ഈ ഹർജി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ച് ഇത്തരത്തിൽ അന്വേഷണം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലാണ് ഇപ്പോൾ നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടാനായി സാധിച്ചത്. 2 തവണ ഇയാൾ പോലീസിൻ്റെ പിടിയിലാകുമെന്ന് കരുതിയ ആ ഒരു സമയത്ത് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞുവെന്നാണ് പറയുന്നത്. 3ാം തവണയുള്ള ശ്രമത്തിലാണ് ഇത്തരത്തിൽ നാരായണദാസിനെ പിടികൂടാനായി കഴിഞ്ഞത്.